ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ചക്കടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചക്കടയുടെ റെസിപ്പി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നല്ലേ. അപ്പോൾ ഇത് ചക്കട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചക്ക വരട്ടുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ വരിക്കച്ചക്കയാണെങ്കിൽ വരിക്കച്ചക്കയുടെ അതെടുത്തിട്ട് അത് അരിഞ്ഞ് കേട്ടോ, ചക്കച്ചോള അരിഞ്ഞെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ച് അതിലേക്ക് ചക്ക ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ച് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് വരട്ടി വെക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതല്ലേ, അതുകൊണ്ട് എങ്ങനെയാണ് ചക്കട ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മൾ നാട്ടിൽ നിന്ന് നന്നായിട്ട് വരട്ടി കൊടുത്തയച്ചാണ്, ഫ്രീസറിലൊക്കെ വെച്ചത് ഇങ്ങനത്തെ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 250 ml കപ്പില്ലേ, അതിന് 2.5 കപ്പ് ഇതിന് ചക്ക വരട്ടിയതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം 2.5 കപ്പ് നമ്മൾ അതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന അരിപ്പൊടി ഒന്നുമല്ല കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഞാൻ സാധാരണ മൈദമാവിലാണ് ഉണ്ടാക്കാറ്. കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കും, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദമാവ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി, സാധാരണ പത്തിരിയുടെ പൊടി കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടിയും ചെറിയ ജീരകമല്ലേ അത് പൊടിച്ചതും കൂടി ഒരു 3/4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇടയ്ക്കൊന്ന് കട്ട പിടിക്കാനുള്ള ഇതുണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ബാക്കി ചേർത്ത് കൊടുക്കാനുള്ള ശർക്കരപ്പാനി, മധുരം ചിലപ്പോൾ കുറവായിരിക്കുമല്ലോ, അപ്പോൾ ആ ശർക്കരപ്പാനി ഒന്ന് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഇതുപോലെ എല്ലായിടവും മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി നെയ്യിൽ വറുത്തിട്ടാണ്, ആ നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വറുത്ത് വെച്ചേക്കണേ ആ നെയ്യില്ലേ, അത് കൂടി മിക്സ് ചെയ്തേക്കുവാണ്. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി നന്നായിട്ട് എല്ലാ സ്ഥലവും യോജിപ്പിച്ചെടുക്കണം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക വരട്ടിയിലൊക്കെ ഉപ്പിട്ടുള്ളതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ശർക്കരയിലും ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. വെറുതെ മൊത്തത്തിൽ കൈ കൊണ്ടൊന്നാക്കി പിടിപ്പിച്ച് നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഞാനിത് വാഴലല്ല കേട്ടോ യൂസ് ചെയ്യണം. എനിക്കപ്പോൾ ഇവിടെ വാഴല കിട്ടാത്തതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിലില്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എളുപ്പത്തിലുണ്ടാക്കാനും നല്ല അടിപൊളിയാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല സൗകര്യം കൂടിയാണ്. വാഴല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഞാനിത് ആ കുഴച്ച് വെച്ച് ഇതുപോലെ കൈ കൊണ്ട് എടുത്ത് കൊടുത്തിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ മറിച്ച് കൊടുത്ത് ഇതിനൊന്ന് ഇങ്ങനെ തട്ടി പതിയെ തട്ടി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പരക്കും. കാരണം വെച്ചാൽ ഇതിൽ ബട്ടറല്ലേ, നമ്മൾ ഇതിൽ അലുമിനിയം ഫോയിൽ നമ്മൾ ബട്ടറൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഓർന്ന് നല്ല ഇതായിട്ട് വരും. കണ്ടോ, ഈ ബട്ടറാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് എല്ലാ സ്ഥലവും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടാൽ എന്ത് കനം കുറവാന്ന് നോക്കില്ലേ. ലൈറ്റ് വെയിറ്റാണ് കേട്ടോ, തീരെ ഇല്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ചില ആൾക്കാരൊക്കെ അട ഉണ്ടാക്കണ കണ്ടു കഴിഞ്ഞാൽ 4 പേർക്ക് തിന്നാനുള്ള അട ഉണ്ടാവും, ഒരു ഉരുണ്ട പോലെയും അങ്ങനെ നല്ല കട്ടിക്കൊക്കെ വെച്ചിട്ട്. പക്ഷേ ആ ഒരു അടയുടെ പാകത്തിന് നമ്മൾ 4 അട ഇതിലുണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇത് കണ്ടില്ല പതുക്കെയാണ് കേട്ടോ നമ്മളിതിങ്ങനെ തട്ടി കൊടുക്കേണ്ടത്. മുറുക്കി ചെയ്യരുത്. അണ്ടിപ്പരിപ്പും നമ്മുടെ തേങ്ങാക്കൊത്തില്ലേ അതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം ഇത് പൊട്ടാനുള്ള, വാഴലാണെങ്കിലും പൊട്ടും, ഇതുവാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവേ. അതാണ് പയ്യെ തട്ടി അതിനങ്ങനെ സെറ്റാക്കി എടുക്കണം. ആ മൂലയിലേക്കൊക്കെ എത്തണം. അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ തടയി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ സെറ്റാക്കി എടുക്കും. എവിടെയെങ്കിലും പൊങ്ങിയിരിക്കണ്ടേ പതുക്കെ ഒന്ന് അതിനെ അവിടെ പൊടി കട്ട പിടിച്ചെടുക്കുകയാണെങ്കിൽ പതുക്കെ എങ്ങനെ തടവി
അതിനങ്ങനെ നീക്കി കൊടുത്താൽ മതി. അത് സ്പേസുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നോളും. ഇനി ഓവറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പതിയെ ഒന്നിങ്ങനെ വലിച്ചിങ്ങനെ എടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ചക്കയുടെ. ഞാനെങ്ങനെയാണ് ചക്കയുടെ ഉണ്ടാക്കുക, നമ്മൾ പണ്ട് ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ കൊടുത്തയക്കും കേട്ടോ. ഇത് തേങ്ങാക്കൊത്ത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിലും തേങ്ങാക്കൊത്ത് ഞാനിടും. നമുക്ക് എല്ലാവർക്കും തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ തേങ്ങാക്കൊത്തോട് കൂടി കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഞാൻ ഒരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, 15 വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വന്നിട്ടുണ്ട്. അടുത്ത തട്ടും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇത് ഇത്രയും ഇതിൽ എനിക്ക് 24 അടയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നോക്കി, ഇതുപോലെ നമുക്ക് തണുത്തതിന് ശേഷം പെട്ടെന്ന് തണുക്കും, പെട്ടെന്ന് വേവും ചെയ്യും, പെട്ടെന്ന് തണുക്കും ചെയ്യും. കണ്ടോ, ഇതുപോലെ ഒരു പത്തിരിയുടെ കാണും. നമുക്ക് അലുമിനിയം ഫോയിൽ മറുവശം കാണും ചെയ്യാം അല്ലേ. കണ്ടില്ലേ, ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ കണ്ടോ, നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് ചക്കയുടെ. ഞാൻ ഇങ്ങനെ ആയിട്ട് ചക്കയുടെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചക്ക വരട്ടി അടുത്ത വർഷത്തേക്ക്, ചക്ക ഇല്ലാത്ത സമയത്തേക്ക് വരട്ടി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. നമ്മളങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനും നിങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ മാസ്സലാമ.